ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റായ അഖിൽ മാരാർ സീസൺ 5 കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. അഖിൽ മാരാർ ബിഗ് ബോസിലെ വിന്നറായത് അഖിൽ മാരാർക്ക് സാത്താൻ സേവയുള്ളത് കൊണ്ടാണ്, ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കും? അങ്ങനെ ഒരു ആരോപണവുമായിട്ടാണ് റിയാലിറ്റി ബൈ കെ ബി എന്ന് പറയുന്ന ശാരിക കെ ബിയുടെ ചാനലിൽ മുൻപൊരിക്കൽ ഒരു ഇന്റർവ്യൂ കൊടുത്ത ആളുണ്ടല്ലോ, നമ്മുടെ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ, ആ ഒരു ദൈവത്തെ ആരാധിക്കുന്ന ഒരു ആശാൻ. അദ്ദേഹത്തിൻ്റെ ആ ഇന്റർവ്യൂവിൻ്റെ രണ്ടാമത്തെ ഭാഗം, ഫൈനൽ എപ്പിസോഡാണെന്ന് എനിക്ക് തോന്നുന്നത്, വന്നിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്നൊരു വാചകമാണ്, അഖിൽ മാരാർ ബിഗ് ബോസിൽ വിന്നറായത് അഖിൽ മാരാർക്ക് ചാത്തൻ സേവ ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ അഖിൽ മാരാർ ഈ പറയുന്ന എന്താ പറയുക കുട്ടിച്ചാത്തൻ സേവ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ഷോയിൽ വിന്നറായത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അഖിൽ മാരാറുടെ നെഞ്ചിലെ ടാറ്റു അതിൻ്റെ വലിയൊരു എക്സാമ്പിളാണ് എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് അതേക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. നമ്മളൊരു വീഡിയോ ഇതേക്കുറിച്ച് ചെയ്തതാണ്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസിനകത്തും ചാത്തൻ സേവ ഉണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ചാത്തൻ അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം ഞാനൊന്ന് പ്ലേ ചെയ്യാം. അത് കണ്ടുകൊണ്ട് നമുക്ക് സംസാരിച്ച് വരാം. അതിന് മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് ആ ഹൈപ്പൊക്കെ ഒന്ന് ആക്റ്റീവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തിക്കാൻ പറ്റും. അപ്പോൾ ബിഗ് ബോസിനകത്ത് ചാത്തൻ സേവയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് അത് കേട്ട് നോക്കാം. ഒരു പക്ഷിയുടെ ചിറക് അതിന്റെ ബാക്കി ആ പുസ്തകത്തിലെടുത്ത് നോക്കൂ, ബാക്കി വരും. ഒരു സാത്താൻ സേവയുള്ള ഒരാളാണെന്നാണോ താങ്കൾ ആലോചിച്ചത്? അതുകൊണ്ടാണ് താങ്കൾക്ക് ടൈറ്റിൽ വിന്നർ ആയത്. അതായത് ആ സീസണിലെ വിജയിയായിരുന്നു മാരാർ. അത് ഓർക്കണം, അത് ഓർത്തിട്ട് വേണമെങ്കിൽ പറയാം. അപ്പൊ സാത്താൻ സേവയുള്ളവരവിടെ വിജയിക്കത്തുള്ളൂ. അപ്പൊ ഈ സീസണിൽ വിജയിക്കുന്ന ആൾക്കും അതുകൊണ്ടായിരിക്കും. എന്ത് അസംബന്ധമാണ് അദ്ദേഹം പറയുന്നത്? എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അഖിൽ മാരാർക്ക് ചാത്തൻ സേവ ഉള്ളത് കൊണ്ടാണ് അഖിൽ മാരാർ അവിടെ വിൻ ചെയ്തത്. ഞാൻ ഒരിക്കലും മതത്തെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ദൈവത്തെയോ നിന്ദിക്കുന്നതല്ല കേട്ടോ, അങ്ങനെ ആരും ചിന്തിക്കരുത്. പക്ഷേ ഇന്നത്തെ കാലത്ത് ബിഗ് ബോസ് പോലൊരു റിയാലിറ്റി ഷോ, അവിടെ നടക്കുന്നത്, അവിടുത്തെ വരുന്ന കണ്ടസ്റ്റൻസിന്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ചാത്തൻ സേവ നടത്തുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വിശ്വസിക്കില്ല. അവിടെ നടക്കുന്നത് വേറെ പല കാര്യങ്ങളാണ്. അതിലേക്ക് നമുക്ക് വരാം. നമുക്ക് ഇദ്ദേഹത്തിന് ബാക്കി എന്താണ് പറയുന്നത്, ഇതിന്റെ ഹൈലൈറ്റ്സ് മാത്രം ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്യുന്നുള്ളൂ. നമുക്ക് ബാക്കി കേട്ട് നോക്കാം. താങ്കളെ ഞാൻ ഇവിടെ കൊണ്ടുപോകുമ്പോൾ താങ്കൾ ഇങ്ങോട്ട് എന്നോട് ചോദിച്ചിട്ട് പറയുകയാണ് താങ്കൾ ബിഗ് ബോസിൽ പോയിട്ട് 21 ദിവസം കൊണ്ട് ഇറങ്ങി, താങ്കളോട് ഒരു പരാജയമായിരുന്നു. പരാജയത്തിന്റെ കാരണം താങ്കളുടെ കഴിവുകളല്ല, താങ്കളുടെ കഴിവുകൾ മുഴുവനും അവിടെ ഉള്ള ഒരു പൈശാചിക ശക്തി ഊറ്റിയെടുത്തെന്നാണ് താങ്കൾ ഇപ്പൊ ആരോപിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ഈ ഷോ നിർത്തണമെന്നാണ് താങ്കൾ പറയുന്നത്? അല്ല, ഒരു ശക്തനായിട്ടുള്ള തന്ത്രവും മന്ത്രവും അറിയാവുന്ന ഒരാളെ ആ ഷോയിൽ എടുത്തിട്ടുണ്ട്. അപ്പോഴുള്ളവരൊക്കെ നല്ല തന്ത്രവും മന്ത്രം എന്തിനാണ്? ഇതെന്ത് മന്ത്രവാദങ്ങളാണോ? അതിന്റെ ലോഗോ തന്നെ ഭയങ്കര ഡേഞ്ചറസ് ആണ്. അതിന്റെ ലോഗോ, കണ്ണുകള് ചാത്താസേവ എന്താണ്? ചാത്താസേവ എന്താ? ചാത്തനെന്നല്ല. ചാത്തൻ ശരിക്കും താങ്കളുടെ അഭിപ്രായത്തിൽ വിഷ്ണുമായ അല്ലെങ്കിൽ ഈ പറയുന്ന ബാലശാസ്ത്ര അയ്യപ്പന്, അതായത് ദൈവമൂർത്തി തന്നെയാണ്. ദേവമൂർത്തി തന്നെ, ശിവപാർവതി പുത്രനാണ് ഉറപ്പായിട്ടും. അതല്ല, അത് നെഗറ്റീവ് എനർജി അവർ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ആർദ്രരക്കം വൈരലിക്കാണ് കഴിക്കുന്നത്. രക്ഷ വേണം, ശരീരത്തിന് സംരക്ഷണ വലയം വേണം, അല്ലെങ്കിൽ അപകടമാണ്. അപ്പൊ ഈ അഖിൽമാരാർക്ക് മാത്രം എന്താ പ്രത്യേകത? അഖിൽമാരാര് നല്ല രീതിക്ക് പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ. പുള്ളിയുടെ സേവകനായി കഴിഞ്ഞ് ഏത് വലിയ കരുത്തുള്ളവരും അതിന്റെ കൂടെ നിൽക്കാൻ പറ്റും. അതിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞാൽ അവരത് മനസ്സിലാക്കിയിട്ടുണ്ടോ അതിൻ്റെതാണ്. അതിന് മൂളയുണ്ടായി. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഇത്രേ ഉള്ളൂ. ഈ പറയുന്ന ബിഗ് ബോസിനകത്ത് ചാത്തൻ സേവയുള്ളത് കൊണ്ടാണ്, അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി അഖിൽ മാരാർ വേണ്ട പ്രതിക്രിയകൾ ചെയ്തിട്ട് പോയത് കൊണ്ടാണ് ബിഗ് ബോസിൽ വിജയിച്ചത്. അതുപോലെ തന്നെ ബിഗ് ബോസിൻ്റെ ലോഗോയായ ആ ഒരു അത് ഈ പറയുന്ന ചാത്തൻ സേവയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിമ്പിളാണ്. പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ശാരിക ബിഗ് ബോസിൽ നിന്ന് എവിക്റ്റ് ആയത് ശാരികയ്ക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല. ശാരികയുടെ കഴിവ് മുഴുവൻ അവിടെ ഈ പറയുന്ന ചാത്തൻ സേവ, അതും നെഗറ്റീവ് എനർജി കടത്തിവിട്ടുകൊണ്ട് വലിച്ചു എടുത്ത് കളഞ്ഞതാണ് എന്നൊക്കെയാണ് ഇദ്ദേഹം ആരോപിക്കുന്നത്. ശരിക്കും ഇത് ഏത് നൂറ്റാണ്ടാണെന്ന് ഇദ്ദേഹം മറന്നുപോയതുകൊണ്ടാണോ, അതോ ഇന്നും ഇത്തരം കാര്യങ്ങൾ വിശ്വസിക്കുന്നവരുടെ എണ്ണം കൂടുതലാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണോ ഇത്തരം പരാമർശങ്ങൾ ഉന്നയിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഈ പറയുന്ന വിഷ്ണുമായ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട് ഒരേ ഒരു പ്രാവശ്യം പോയിട്ടുള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടു. അവിടുത്തെ ഒരു ആംബിയൻസ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ട് അവിടെ എത്തുന്നവർക്ക്, അതെനിക്ക് തോന്നുന്നു കാനാടി മഠം വിഷ്ണുമായ ക്ഷേത്രം ആണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയാണ്. അവിടെ ചെന്ന് കയറുമ്പോൾ നമുക്കൊരു പേടിപ്പിക്കുന്നൊരു ഫീലായിരിക്കും കിട്ടുന്നത്. രണ്ട് വലിയ കാളക്കൊമ്പന്മാർ പ്രതിമയുണ്ടാവും അവിടെ നിന്നാണ് ഉള്ളിലൂടെ എൻട്രൻസ്. ഞാൻ പോയ അമ്പലത്തിൽ അങ്ങനെയായിരുന്നു. ജസ്റ്റ് പോയി തൊഴുത് വന്നു. എനിക്ക് യാതൊരു അവിശ്വാസവും ഇല്ല, എനിക്ക് വിശ്വാസം തന്നെയാണുള്ളത്. പിന്നെ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പം ഈ പറയുന്ന കാര്യം, ഇദ്ദേഹം ഈ വിഷ്ണുമായ ആ ഒരു ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ ആരാധിക്കുന്ന ദൈവം മാത്രമാണ് സത്യമുള്ളത്,
എന്ന് സ്ഥാപിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതോടൊപ്പം തന്നെ ബിഗ് ബോസ് പോലുള്ള റിയാലിറ്റി ഷോ, ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് എടുത്തത്. ബിഗ് ബോസ് പോലുള്ള റിയാലിറ്റി ഷോയിൽ കോർപ്പറേറ്റ് കമ്പനി നടത്തുന്നതാണ്. അവിടെ വരുന്ന കണ്ടസ്റ്റൻസ് ഇദ്ദേഹം പറയുന്ന ന്യായീകരണങ്ങൾ അല്ലെങ്കിൽ കാരണങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അവിടെ പ്രാർത്ഥിക്കാനുള്ള സ്ഥലമില്ല ബിഗ് ബോസിനകത്ത്. അത് ഏത് മതത്തിലുള്ള ആളായിക്കോട്ടെ, ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, ഏത് മതസ്ഥനായിക്കോട്ടെ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഇല്ല, സ്ഥലമില്ല, പ്രത്യേക ഒരു സ്ഥലമില്ലെന്നാണ് പറയുന്നത്. രണ്ടാമത്തത്, നിങ്ങളുടെ ശരീരത്തിൽ യാതൊരു ദേഹരക്ഷകളും കെട്ടാൻ പാടില്ല. അതെന്തുകൊണ്ട് ചെയ്യിക്കുന്നു? അപ്പം നിങ്ങളുടെ മൈൻഡിനെയും നിങ്ങളെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ശരീരത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കിടന്നു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് അത് ചെയ്യിക്കുന്നത് എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, അവിടെ പ്രാർത്ഥിക്കുന്നതിന് അങ്ങനെ റെസ്ട്രിക്ഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇന്നലത്തെ എപ്പിസോഡ്, ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡ്, സൺഡേയിലുള്ള എപ്പിസോഡ്, അതിനകത്ത് അനുമോളുടെ കാര്യം, അനുമോളോട് ലാലേട്ട് ചോദിക്കുന്നുണ്ട്, അനുമോൾ പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അനുമോൾ പറഞ്ഞു, ഞാൻ ഡെയിലി രാവിലെ പ്രാർത്ഥിക്കാറുണ്ട്, സൂര്യ നമസ്കാരം ചെയ്യാറില്ല, സൂര്യനെ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ പ്രാർത്ഥന അവിടെ വിലക്കിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ സമ്മതിക്കില്ലല്ലോ. ഇങ്ങനെ കൈകൂപ്പി നിൽക്കുമ്പോൾ തന്നെ ബിഗ് ബോസ് വാൺ ചെയ്യില്ലേ, ഇതിവിടെ പാടില്ല എന്ന് വാൺ ചെയ്യില്ലേ? അപ്പം അങ്ങനെ പ്രാർത്ഥിക്കാൻ റെസ്ട്രിക്ഷൻ അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത്തെ കാര്യം, ദേഹരക്ഷ പാടില്ല. അതായത് ഏലസ്, ചരട്, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്ന് നിയമമുണ്ട്. അതിന് കാരണം ഞാൻ മനസ്സിലാക്കിയത്, നിങ്ങൾ ഒന്നിൻ്റെയും സഹായമില്ലാതെ നിങ്ങളുടെ സ്വന്തം മനസ്സിൻ്റെ സഹായം കൊണ്ട് മാത്രം, അല്ലെങ്കിൽ മനസ്സിൻ്റെ ഒരു സ്ട്രെങ്ത് കൊണ്ട് മാത്രം അവിടെ പിടിച്ച് നിൽക്കുക. നിങ്ങൾക്ക് അവിടെ കയ്യിൽ ഈ ചരട് കെട്ടിയതിൻ്റെ ബലത്തിലോ അല്ലെങ്കിൽ മറ്റെന്തിൻ്റെങ്കിലും ബലത്തിലോ അങ്ങനെ സർവൈവ് ചെയ്യേണ്ട ഒരു പ്ലാറ്റ്ഫോം അല്ല ബിഗ് ബോസ് എന്നതുകൊണ്ടാണ് ദേഹരക്ഷയും മേലസും കാര്യങ്ങളൊന്നും കെട്ടാനായിട്ട് അവർ സമ്മതിക്കാത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ ലോഗോയുടെ കാര്യം, ലോഗോ ഓരോ വർഷവും ഓരോ ടൈപ്പ് ലോഗോയാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ വർഷം 2 സൈഡിൽ 7ൻ്റെ ഒരു സിമ്പലുള്ള ഒരു ലോഗോ, കണ്ണുണ്ടാവും, ഈ ഐ ആണ് അവരുടെ മെയിൻ സിമ്പൽ, അതിൻ്റെ മോഡൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അവിടെ എങ്ങനെയാണ് ആളുകളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്നത് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. അവരൊരു ടാസ്കുകൾ കൊടുക്കുന്നു, ആ ഷോയുടെ TRP കൂട്ടാൻ വേണ്ടി കണക്കിനുള്ള ഇവരെ തമ്മിൽ ഒരു ഫൈറ്റൊക്കെ ഉണ്ടാവാൻ പറ്റുന്ന ലെവലുള്ള ടാസ്കുകൾ കൊടുക്കുന്നു. ആ ടാസ്കിൽ ആര് വിജയിക്കണം ആര് പരാജയപ്പെടണം എന്ന് ഒരു പക്ഷേ തീരുമാനിക്കുന്നത് ബിഗ് ബോസ് തന്നെയായിരിക്കും. അവർക്ക് വേണ്ടി ട്വിസ്റ്റുകൾ ഉണ്ടാക്കാം. അങ്ങനെ ആ ലെവലിലുള്ള ഒരു കൺട്രോളിങ് മാത്രമേ അവിടെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് ആളുകളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. പിന്നെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡുകളിൽ ചിലപ്പോൾ ലാലേട്ടൻ ആരെങ്കിലുമൊക്കെ ഫയർ ചെയ്യുമായിരിക്കും. കഴിഞ്ഞ ദിവസം ഷാനവാസിനെ ഫയർ ചെയ്തു, കഴിഞ്ഞ സീസണിൽ സിബിനെ ഫയർ ചെയ്തു, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അനുമോളെ ഫയർ ചെയ്യുന്നു എന്ന് കരുതിയിട്ട് അവിടെ അവർ തളരണോ അല്ലെങ്കിൽ വിജയിക്കണോ എന്നുള്ളത് അവരുടെ തീരുമാനമാണ്. തളർന്നു പോയാൽ തളർന്നു പോയി. ഇപ്പോൾ സിബിൻ കളിച്ചിട്ട് ലാലേട്ടൻ ചീത്ത പറഞ്ഞതിൻ്റെ ആ ഒരു എപ്പിസോഡ്, ആ ഒരു ആഴ്ച കഴിഞ്ഞിട്ട്, ആ ഒരു ദിവസം കഴിഞ്ഞിട്ട് സിബിൻ ഡൗൺ ആയിപ്പോയി. അത് ആരുടെ പ്രശ്നമാണ്? അതുപോലെ തന്നെ ഇപ്പോൾ ഷാനവാസ്, നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ആൾ, നമ്മൾ അത്രയും റെസ്പെക്ട് ചെയ്യുന്ന ആൾ നമ്മളെ ചീത്ത പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മാനസികമായിട്ട് നമ്മൾ ഡൗൺ ആയി പോകും. പ്രത്യേകിച്ച് ബിഗ് ബോസ് പോലുള്ള ഷോയ്ക്ക് അകത്തിരിക്കുമ്പോൾ അവിടെ ആകെ 20 പേരെ കാണുന്നുള്ളൂ, വേറെ ഒരാളെയും കാണുന്നില്ല. അതിൽ ഓരോ ആഴ്ച കഴിയുമ്പോൾ ഓരോ ആൾക്കാരുടെ ഇങ്ങനെ എവിക്റ്റായി പോകുന്നു. ബാക്കിയുള്ള ആൾക്കാരുമായിട്ടാണ് തമ്മിൽ ഇൻട്രാക്ഷൻ വരുന്നത്. വേറെ പുറലോട്ട് യാതൊരു ബന്ധവും ഇല്ല. ടെലിഫോണില്ല, ഫോണില്ല, ഇൻ്റർനെറ്റ് ഇല്ല, അല്ലെങ്കിൽ TV ഇല്ല, ഒന്നുമില്ല. ഈ 20 പേര് അല്ലെങ്കിൽ 19 പേര് 18 പേര് ഇങ്ങനെ ഓരോ ആഴ്ചയും പോകുന്ന ആൾക്കാരനുസരിച്ച് എണ്ണം കുറഞ്ഞു വരുന്നു. അത്രയും പേരെ കാണുന്നുള്ളൂ. തമ്മിൽ കമ്മ്യൂണിക്കേഷൻ അത്രയും ആൾക്കാരുമായിട്ട് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ഏതൊരു എപ്പിസോഡിൽ ബിന്നി പറയുന്നുണ്ടായിരുന്നു, ബിന്നി പറഞ്ഞത് നൂബിൻ്റെ ഫേസ് പോലും ഞാൻ മറന്നുപോയി കുറേ ദിവസം കഴിഞ്ഞപ്പോൾ. കാര്യം എന്നും കാണുന്ന ഇവരെ മാത്രമാണ്, എന്നും ഈ ഫൈറ്റും കാര്യങ്ങളും. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എവിടെയാണോ എപ്പോഴും വഴക്കുണ്ടാവുന്നത് അവിടെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാവും. ആ എനർജി ഒരു പക്ഷേ ഈ കണ്ടസ്റ്റൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇന്നലെ ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ട്, ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് എല്ലാവരും ഇങ്ങനെ ഡൗൺ ആയിട്ടിരിക്കുന്നത്? പ്രോപ്പർ ഫുഡില്ല അവർക്ക്. അവിടെ കൊടുക്കുന്ന ഫുഡ് എന്താ? റേഷനാണ്. അതായത് പയറ്, പരിപ്പ്, കടല, അല്ലെങ്കിൽ കുറച്ച് ചോറ്, റൈസ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ഇവർക്ക് കൊടുക്കുന്നുള്ളൂ ഡെയിലി ആയിട്ട്. അതല്ലാതെ പിന്നെ ഈ ഫാമിലി വീക്കൊക്കെ വരുമ്പോൾ ആൾക്കാർ കൊണ്ടുകൊടുക്കുന്ന ഫുഡ്, അതും കൊണ്ടുപോകുന്ന ഫുഡ് എല്ലാം അങ്ങോട്ട് അലോ ചെയ്യുന്നില്ല. പിടിച്ചു നിൽക്കണമെങ്കിൽ ആരോഗ്യം വേണ്ടേ? അവർക്കത് പറ്റുന്നില്ല. അതിൻ്റെ പേരിൽ പലരും ഡൗൺ ആയി പോകുന്നു. ഡൗൺ ഇൻ ദ സെൻസ് ഫിസിക്കലി ഡൗൺ ആയി പോകുന്നു. പല ടാസ്കുകൾ അവർക്ക് ചെയ്യാൻ പറ്റില്ല. അതൊരിക്കലും അവരെ മാനസികമായിട്ട് അവിടെ കൺട്രോൾ ചെയ്യുന്നുണ്ടോ ഒന്നും ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇദ്ദേഹം വിശ്വസിക്കുന്ന ആ ഒരു ദൈവത്തിൻ്റെ മഹത്വം പുറത്തേക്ക് വിളിച്ചറിയിക്കാൻ വേണ്ടി ഇന്നടുത്ത് ചാത്തൻ സേവയുണ്ട് അല്ലെങ്കിൽ സാത്താൻ സേവയുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അങ്ങോട്ട് ഇടിച്ചു കയറും ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക്. അതിനുവേണ്ടിയായിരിക്കും. എനിക്ക് അല്ലാതെ ഇതിനകത്ത് വേറെ പ്രത്യേകിച്ചും തോന്നുന്നില്ല. അപ്പോൾ ഷാരിക ഇനി ഒരിക്കൽ കൂടി ബിഗ് ബോസിലേക്ക് പോയി കഴിഞ്ഞാൽ ഷാരിക വിൻ ചെയ്തേ തിരിച്ചു വരുള്ളൂ. ഇദ്ദേഹം ചലഞ്ച് ചെയ്യുകയാണ്. ഷാരികനെ എടുത്തിട്ട് ഇദ്ദേഹം എന്തൊക്കെയോ മന്ത്രതന്ത്ര ക്രിയകൾ ചെയ്തു കൊടുത്തിട്ട് ഷാരികനെ വിജയിപ്പിക്കും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അത് ഒരു വെല്ലുവിളി പോലെ അദ്ദേഹം പറയുന്നുമുണ്ട്. പക്ഷെ എനിക്കിത് പറഞ്ഞു കേട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു തമാശ പോലെ ഫീൽ ചെയ്യുകയാണ്. വെറുതെ വന്നിരുന്നിട്ട് ഒരു ഷോയെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുക, എനിക്കെന്തോ അതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ സാത്താൻ സേവയുണ്ട്, അതിലൂടെയാണ് മൈൻഡ് കൺട്രോൾ ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഈ വിളിച്ച് പറയുന്നത്?
നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ബിഗ് ബോസിൽ നിന്നല്ല ഈ സാത്താൻ സേവ എന്ന് പറഞ്ഞ സാധനം ഉള്ളതാണോ എനിക്കറിയില്ല. ഞാൻ എപ്പോഴും കേട്ടിട്ടുള്ളത് എവിടെയാണോ നെഗറ്റിവിറ്റി ഉള്ളത്. ഈ നെഗറ്റിവിറ്റി എങ്ങനെയാണ് ഉണ്ടാകുന്നത്? തമ്മിലടിക്കുമ്പോൾ. ഇപ്പം നമ്മൾ വീട്ടിൽ രാവിലെ വീട്ടിലുള്ള ഏതെങ്കിലും മെമ്പറുമായിട്ട് വഴക്കുണ്ടായി കഴിഞ്ഞാൽ ആ ദിവസം മുഴുവൻ നമുക്കൊരു നെഗറ്റിവിറ്റി ആയിരിക്കും. ശരിയല്ലേ? എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞത്. നമുക്ക് വേണ്ടപ്പെട്ടവരായിട്ട് നമ്മളിപ്പോൾ ഫോണിൽ കൂടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ അല്ലാതെ ആയിക്കോട്ടെ ഒരു വഴക്കുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു നമ്മൾ നിൽക്കുന്ന ഒരു ഏരിയ ഫുള്ള് ഒരു നെഗറ്റീവ് വൈബായിരിക്കും. അപ്പോൾ ഇവിടെ ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് 24 മണിക്കൂറുണ്ടെങ്കിൽ 20 മണിക്കൂറും ബഹളവും വഴക്കൊക്കെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതുണ്ടാവാതിരിക്കുക, നെഗറ്റിവിറ്റി ഉണ്ടാവാതിരിക്കുക? സോ നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.